ചെമ്പുകാവ് ഭഗവതിയുടെ സ്ഥിരംപേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയമാണ് കാണുന്നത്. രാമനില്ലാതെ എന്തൊട്ട് പൂരമാണ് എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആനപ്രേമികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുള്ള ഉത്തരമെല്ലാം ആയിക്കൊണ്ട് കൂടിയാണ് ഇത്തവണ ഈ ഗജവീരൻ പൂരത്തിൽ എത്തുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ ആ തരത്തിലുള്ള വിഷമവും പ്രതികരണങ്ങളും ഒക്കെ നിറയുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെല്ലാം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നട കടന്ന് പുറത്തേക്ക് വരുന്ന മനോഹരമായ കാഴ്ച. വലിയ ആരവങ്ങളിലേക്ക് ഈ ചെമ്പുക്കാവ് ഭഗവതിയുടെ കോലമേന്തിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ ഗോപുര നടയ്ക്ക് പുറത്തേക്ക് ആരവങ്ങളിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഗോപുര നട തുറന്നിറങ്ങുകയാണ്. ഇത് കാത്തിരുന്ന നിമിഷം മണിക്കൂറുകളായി. രാമന് വേണ്ടി കാത്തിരുന്നവർ, രാമന് വേണ്ടി ആർത്തു വിളിച്ചവർ, രാമനെ കാത്തുനിന്നവർക്കിടയിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നട തുറന്നിറങ്ങിയിരിക്കുന്നു. ചെമ്പൂക്കാവ് ഭഗവതിയുടെ കോലമേന്തി പൂരനഗരിയെ ആവേശത്തിലാക്കി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ തെക്കേ ഗോപുര നട തുറന്നിറങ്ങിയിരിക്കുന്നു. ജനസാഗരം അഭിവാദ്യം ചെയ്യുകയാണ് ആയിരങ്ങളെ. എന്തൊരു ആവേശപരമായ കാഴ്ചയാണ് ഈ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത്. തന്നെ ഇഷ്ടപ്പെടുന്നവരെ, തന്റെ ആനപ്രേമികളൊക്കെ അഭിവാദ്യം. ഈ പൂരത്തിന്റെ ഈ ദിവസം വരേക്ക് ഇത്രയും ആവേശത്തോടെ ഒരു നിമിഷം നമ്മൾ കണ്ടു കാണില്ല. രോമാഞ്ചജനകമായ കാഴ്ച എന്ന് തന്നെ പറയാം. രാമനോട് എത്രയാണ് ഈ മനുഷ്യരുടെ സ്നേഹമെന്ന് വളരെ വ്യക്തമാക്കുന്ന, രാമനോട് അത്രയധികം സ്നേഹത്തോടുകൂടി ആളുകൾ പ്രതികരിക്കുന്നു. ഈ തെക്കേ ഗോപുര നട മറ്റൊരു തെക്കോട്ടിറക്കം പോലെ വലിയ ആവേശത്തോടെ ആളുകൾ കാത്തിരിക്കുകയാണ്. കെ പി ധനേഷ് ഉണ്ട്. ധനേഷ്, എന്തൊരു കാഴ്ചയാണ് ഈ ആർപ്പുകളും ആ മൊബൈലും ആ രാമന്റെ ഇത്. അതായത് ആ പീര പിടിക്കുമ്പോ അഭിവാദ്യം ചെയ്തില്ലേ, ആ പീര പിടിക്കുമ്പോൾ ഭയങ്കര രസമായിക്കാനെ കാണാൻ തിടമ്പ് വെച്ച് നിൽക്കുമ്പോ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ നമുക്കല്ല എല്ലാവർക്കും ഭയങ്കര ഓമാനം ഈ സാധനം കാണുമ്പോ അത്രയും ഫീലാണ് ഈ രാമൻ എന്നുണ്ടെങ്കിൽ. രാമന്റെ ചെവി കണ്ടപ്പോ തന്നെ ധനേഷ് തിരിച്ചറിഞ്ഞല്ലേ? അത് രാമന്റെ ചെവി മാത്രം ഹൈറ്റ് നമുക്ക് ഇവിടെ കാണുന്നില്ല. അതാണ് നേരത്തെ നമുക്ക് പറ്റിയ പഠിച്ചില്ല. ആദ്യം ആനയെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു, പക്ഷെ ഇത് ആദ്യമേ കാണുന്നുണ്ടായിരുന്നു. ഇത് അവിടുത്തെ കാരണം ഹൈറ്റ് ഉള്ളവര്, രാമൻ നല്ല ഹൈറ്റ് ഉള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ആന രാമൻ. അപ്പൊ ഇതിപ്പോ നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലാണ്ടായത്. എന്തായാലും അപർണ, വലിയ കാഴ്ച, ഈ പൂരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച രാമൻ എവിടെ, രാമൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമാകുകയാണ്. രാവിലെ തുടങ്ങിയ എഴുന്നള്ളത്ത് ഈ വടക്കുന്നാഥന്റെ ക്ഷേത്രത്തിലേക്ക് കയറി അവിടെ പഞ്ചവാദ്യം അർപ്പിച്ച ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി രാമനിതാ തെക്കോട്ടേക്ക് തെക്കേ ഗോപുര നടവഴി ഇറങ്ങി വരുന്ന മനോഹരമായ കാഴ്ച. ആലവട്ടവും വെഞ്ചാമരവും ഒക്കെയായി വളരെ മനോഹരമായി ആരാധകരിങ്ങനെ വളരെ ആവേശത്തോടെ ജനസാഗരത്തിനിടയിലൂടെ രാമൻ മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ രണ്ടു വശത്തേക്ക് മാറുമ്പോൾ കടൽ രണ്ടു വശത്തേക്ക് നീങ്ങുന്ന ഒരു അനുഭൂതിയാണ് കാണുമ്പോൾ. അത്രമാത്രം വലിയ ആവേശം, അത്രമാത്രം ജനത്തിരക്ക്, ജനസാഗരമാണ് ഇപ്പോൾ ഈ തെക്കേ ഗോപുരനടയുടെ പരിസരം മുഴുവൻ. തെക്കോട്ടിറക്കത്തില്, അതായത് കുടമാറ്റത്തിന് മുൻപ് എത്രമാത്രം ആളുകൾ ഈ തെക്കേ ഗോപുരനടയിൽ എത്തിച്ചേരുമോ അത്രമാത്രം ആളുകൾ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവ് ഭഗവതിയുടെ കോലമേന്തി തെക്കേ ഗോപുരനട ഇറങ്ങുന്നത് കാണുവാൻ ഇവിടെ കാത്തുനിന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ എല്ലാവർക്കും കാത്തിരിപ്പ് ഈ ഒരു നിമിഷത്തിനായിട്ടായിരുന്നു. അതെ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ തെക്കേ ഗോപുരനടയ്ക്ക് മുമ്പിൽ തന്നെ കാത്തുനിന്ന പതിനായിരങ്ങളെ അഭിവാദ്യം ചെയ്ത്. എന്തായാലും മനോഹരമായ കാഴ്ച ഇന്ന് രാവിലത്തെ ഈ പൂരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. ആദ്യം കണിമംഗലം ശാസ്ത്ര 9 ആനകളുടെ അകമ്പടിയോടെ എത്തിയെങ്കിൽ ചെമ്പൂക്കാവ് ഭഗവതി 3 ആനകളുടെ മാത്രം അകമ്പടിയിലെത്തുന്നു. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഏറ്റവും വലിയ ആകർഷണം അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന പ്രിയപ്പെട്ടവരുടെ രാമേട്ടനാണ്. രാമേട്ടൻ ഇതാ കോലമേന്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. രാമരാജാവ് എന്നൊക്കെയാണ് വലിയ വിശേഷമുള്ളത്. ഇതൊരു രാമരാജ്യമായി മാറി. തീർച്ചയായും രാമരാജ്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയധികം ആളുകൾ
ഇതിനു മുന്നിലേക്ക് ഈ പ്രിയപ്പെട്ട തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട രാമേട്ടനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. വലിയ പുരുഷാരം തന്നെ, വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആരാധകരൊക്കെ പറയുന്നത് പോലെ ഇതിന്റെ ഒരു തലയെടുപ്പ്, ഇതിന്റെ ചെവി, അങ്ങനെ ഇതിന് ഈ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നിൽക്കുന്ന ആനയെ കാണാനുള്ള മനോഹരമായ അതിഗംഭീരമായ പൂരത്തിന്റെ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും